കുടിച്ച് ലക്കില്ലാതെ വന്ന് കിടന്നോളൂ. മരം പോലത്തെ കൈ കാരണം എണീക്കാൻ കൂടെ വയ്യ. വേണ്ട വേണ്ട, ഒരു കഴിവില്ലാത്തവളുമാരെ സ്നേഹിക്കാൻ വരണ്ട. അത് ഇന്നലെ ഞാൻ 2 അടിച്ചപ്പം എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അല്ലേലും ഞാനും എൻ്റെ മക്കളും ഇനി പുറംപോക്കാ. കഴിവുള്ള ഏതെവളെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ പൊക്കോ, എനിക്കൊരു ചുക്കുമില്ല. കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു ചാറ്റിങ്ങും ഫോൺ ചെയ്യലും ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. നിങ്ങൾ ഏതവളുമാരുടെ കൂടെ പോയാലും എനിക്കൊന്നുമില്ല. എന്തു പറ്റി? ബസ് പോയി, കിട്ടിയില്ല. ബസ് പോയെങ്കിൽ സ്കൂളിൽ പോണ്ട. അമ്മ, ഒന്ന് അച്ഛൻ്റെ അടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പറയോ? അച്ഛനിപ്പോൾ അതിനൊന്നും സമയമില്ല. അച്ഛനിപ്പോൾ ജീവിതം മുഴുവൻ കലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. എങ്ങനെയുണ്ട്? ചുമ്മാണോ ആരാധകരുടെ എണ്ണം കൂടുന്നത്? ഇതൊന്നും ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? ഇപ്പോ ഞാൻ ബ്രഷും ഫേസ്ബുക്കൊക്കെ നിർത്തി. സോഷ്യലൈസിംഗ് ഒക്കെ മടുത്തോ? ഫേസ്ബുക്കിലൊന്നും ഇപ്പൊ കയറാൻ വയ്യ. അവനാണെങ്കിൽ 24 മണിക്കൂറും പച്ച ലൈറ്റും കത്തിച്ചിരിപ്പാണ്. സാരമില്ലടോ, ഇയാൾ ആരാധകനല്ലേ. എൻ്റെ ഫ്രണ്ടിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പയ്യനാ. ആരാധകനോ? ആരാധന മൂത്ത് അവനിപ്പോ എന്നെ കാണാൻ വേണ്ടി നടക്കുകയാണ്. ദേ, ഇതൊക്കെ വരച്ചാലേ ആർക്കും ആരാധന തോന്നും. നമുക്ക് പാടാനും വരയ്ക്കാനും ഒന്നും കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് മൊത്തം ആരാധികന്മാർ വന്നേനെ. കൊല്ലണ്ട, ഞാൻ പോട്ടെ. ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. വൈകിട്ടാവാൻ റൊമാൻസ്. ഇത്രയും നേരത്തെ പോവാ? മോളിന്ന് സ്കൂളിൽ പോയിട്ടില്ല, അവൾക്ക് ബസ് കിട്ടിയില്ല. സ്കൂളിൽ പോയില്ലെങ്കിൽ പോകണ്ട. അവൾ IAS-നൊന്നും അല്ലല്ലോ പഠിക്കുന്നത്. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. ഞാൻ മറ്റുള്ള അവിടെ നിന്ന് കഴിച്ചോളാം. ഞാൻ എന്തേലും പറഞ്ഞു എന്ന് കരുതി അത് കാര്യമാക്കണോ?
come in? ഓക്കെ. Thank you. കം ഇൻ. സാർ ആ ഫയലിൻ്റെ കാര്യം. വാട്ട് ഈസ് ദിസ്? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഭാര്യയും 2 കുട്ടികളുമുള്ളയാൾ ഇങ്ങനെ തുടങ്ങിയാൽ? എനിക്കിങ്ങനെ ഒരു സ്റ്റാഫിനെ ആവശ്യമില്ല. സാർ ഞാൻ നോ, എനിക്കൊന്നും കേൾക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ. അമ്മ അതാ ഒരു ഫോണുണ്ട്. ആരാ? എനിക്കറിയില്ല, അച്ഛൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഹലോ, It's the nearest star to the earth. The sun is the nearest star to the earth. ഹായ് അച്ഛാ. എന്താ അച്ഛാ ഇത്ര വൈകിയേ? അച്ഛാ, അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചപ്പോ അമ്മ വല്ലാതെ കരഞ്ഞു. അതെ, കഴിക്കാൻ വരുന്നില്ലേ?